Hi students, Calicut University first semester BSc Physics core paper ആയിട്ടുള്ള മെക്കാനിക്സ് 1 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള ആദ്യത്തെ പരീക്ഷ 2019 നവംബർ മാസത്തിലാണ് ആദ്യമായിട്ട് നടന്നത്. ആ ഒരു പരീക്ഷ മാത്രമാണ് യൂണിവേഴ്സിറ്റി എക്സാമായിട്ട് ഈ ഒരു പേപ്പറിൽ നടന്നിട്ടുള്ളൂ. പക്ഷേ അന്ന് 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ന്യൂട്ടൺസ് ലോസ്, വർക്ക് ആൻഡ് എനർജി, ആംഗുലാർ മൊമെൻറ്റം എന്നീ 3 ചാപ്റ്റേഴ്സിനെ കൂടാതെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, മെത്തഡോളജി ഓഫ് സയൻസ് എന്നിങ്ങനെ 2 ചാപ്റ്റേഴ്സ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ 2 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡഡ് ആണ്. ആ ക്വസ്റ്റ്യൻസിനെ ഒഴിവാക്കി ബാക്കി ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം തന്നെ കാണാൻ നിങ്ങൾക്ക് വാട്ട് ഈസ് സയൻസ്, അത് മെത്തഡോളജി ഓഫ് സയൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഇപ്പോൾ ആവശ്യമല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് മെൻറ്റ് ബൈ കോണ്ടാക്റ്റ് ഫോഴ്സസ്, ഗിവ് 2 എക്സാമ്പിൾസ്. നമുക്കറിയാമല്ലോ 2 ബോഡീസ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ മോളിക്കുലാർ അറ്റോമിക് ഇൻ്ററാക്ഷൻസ് നടക്കും. അതിൻ്റെ ഫലമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെയാണ് കോണ്ടാക്റ്റ് ഫോഴ്സസ് എന്ന് വിളിക്കുക. ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ്, ഇതൊക്കെ കോണ്ടാക്റ്റ് ഫോഴ്സസിന് എക്സാമ്പിൾസ് ആണ്. കോണ്ടാക്റ്റ് ഫോഴ്സസ് നിങ്ങൾക്ക് കാണാം, ബൈ കോണ്ടാക്റ്റ് ഫോഴ്സസ് വി മീൻ ദ ഫോഴ്സസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ബോഡീസ് ബൈ ഷോർട്ട് റേഞ്ച് അറ്റോമിക് ഓർ മോളിക്കുലാർ ഇൻ്ററാക്ഷൻസ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ദ പുൾ ഓഫ് എ സ്ട്രിങ്, ദ സർഫസ് ഫോഴ്സ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് ദ ഫോഴ്സ് ഓഫ് വിസ്കോസിറ്റി ബിറ്റ്വീൻ എ മൂവിങ് ബോഡി ആൻഡ് എ ഫ്ലൂയിഡ്. അപ്പോൾ ഇത്ര പറഞ്ഞാൽ മതി. കോണ്ടാക്റ്റ് ഫോഴ്സസ് ആർ short range forces developed by atomic or molecular interactions between bodies. Example friction, viscous force. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വർക്ക് ഡൺ ഡ്യൂറിങ് യൂണിഫോം സർക്കുലാർ മോഷൻ ഈസ് 0. വൈ? ജസ്റ്റിഫൈ. സർക്കുലാർ മോഷൻ നടക്കുമ്പോൾ വർക്ക് ഡൺ 0 ആണ്. ജസ്റ്റിഫൈ ചെയ്യാനാണ്. നമുക്കറിയാം വർക്ക് ഡൺ കാണുന്നതിനുള്ള ഫോർമുല F.S ആണ്. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ FS കോസ് തീറ്റയാണ്. തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് F ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് S ആണെങ്കിൽ FS കോസ് തീറ്റയാണ് വർക്ക് ഡൺ കാണുന്നതിനുള്ള ഫോർമുല. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സാണ് സർക്കുലാർ മോഷൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ്. അതിൻ്റെ ഡയറക്ഷൻ ആൾവേസ് ടുവേർഡ്സ് ദ സെൻറ്റർ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ട്രജക്ടറി സർക്കുലാർ ആയതുകൊണ്ട് തന്നെ ഏതൊരു പോയിൻറ്റിലെയും, ആ സർക്കിളിലെ ഏതൊരു പോയിൻറ്റിലെയും ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആയിരിക്കും, അല്ലേ? ആ പോയിൻ്റ് അത് അപ്പം നിൽക്കുന്ന പോയിൻറ്റിലൊരു ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ആ ടാൻജൻറ്റിന് അലോങ് ആയിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ആ പോയിൻറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് റേഡിയലായിട്ടാണ് വരുന്നത്, അല്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സാണ്, ടുവേർഡ്സ് ദ സെൻറ്ററാണ്. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടാൻജൻറ്റ് വരച്ചിട്ട്, അല്ലെങ്കിൽ ടാൻജൻഷ്യലായിട്ടാണ് വരുന്നത്. ഈ ടാൻജൻഷ്യൽ റേഡിയൽ ആയിട്ട് വരുന്ന ഈ 2 സംഗതികളും പരസ്പരം എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ, എഫിൻ്റെയും എസിൻ്റെയും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്, അല്ലേ? അപ്പോൾ FS cos 90 ഇസ് ഈക്വൽ ടു, cos 90യുടെ വാല്യൂ 0 ആണല്ലോ. അപ്പോൾ വർക്ക് ഡൺ എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളതാണ്. നോക്കുക ആൻസർ, ഇറ്റ് ഈസ് ദ സർക്കുലാർ മോഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഓക്കെ, യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡിലുള്ള സർക്കുലാർ മോഷനാണ്. ദ ട്രജക്ടറി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് എ സർക്കിൾ, അല്ലേ? ആ പാർട്ടിക്കിളിൻ്റെ ഒരു ട്രജക്ടറി എന്ന് പറയുന്നത് ഒരു സർക്കിളായിരിക്കും, അല്ലേ? വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ടാൻജൻറ്റ് ടു ദ ട്രജക്ടറി. ആ ട്രജക്ടറിക്ക് ടാൻജൻ്റ് ആയിട്ടാണ് എപ്പോഴും വെലോസിറ്റി വരിക, നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. ദ ആക്സിലറേഷൻ ഡയറക്റ്റ് ഇൻവേർഡ്സ് ആൻഡ് ഈസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, അല്ലേ? ആ ഇൻവേർഡ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഫോഴ്സ്, അത് നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷനോ അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നൊക്കെ പറയും. വർക്ക് ഡൺ F.S ആണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു F.S ആണ്. ഹിയർ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ദാറ്റ്സ് വൈ വർക്ക് ഡൺ വിൽ ബി 0. അത് മാത്രം എഴുതിയാലും ആൻസർ ഓക്കെയാണ്. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ഹെൻസ് വർക്ക് ഡൺ വിൽ ബി 0. അതാണ് ആൻസർ വരുന്നത്. ഇനി 4ാമത്തെ ചോദ്യം നോക്കുക, സ്പേസ് റോക്കറ്റ്സ് ആർ യൂഷ്വലി ലോഞ്ച്ഡ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വൈ? സാധാരണ റോക്കറ്റ്സ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ലോഞ്ച് ചെയ്യാറുള്ളത്. എന്താണ് കാരണം എന്നുള്ളതാണ്. നമുക്കറിയാം എർത്ത് അതിൻ്റെ ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ റോക്കറ്റ് ഇതേ ഡയറക്ഷനിൽ വെസ്റ്റ് ടു ഈസ്റ്റ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ എർത്തിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് കൂടി ഈ റോക്കറ്റിൻ്റെ ലോഞ്ച് വെലോസിറ്റിയുമായിട്ട് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ റോക്കറ്റിന് കൂടുതൽ വെലോസിറ്റി ലഭിക്കും, അല്ലേ? വെലോസിറ്റി ഒബ്റ്റെയിൻ ചെയ്യും. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് റോക്കറ്റിന് എസ്കേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്ത് കിടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ ഈ രീതിയിൽ എസ്കേപ്പ് വെലോസിറ്റി പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ റോക്കറ്റിന് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് കാരണം. നോക്ക്, ആബ്സെൻസ് ഓഫ് എയർ റെസിസ്റ്റൻസ് ദ പ്രൊജക്റ്റൈൽ ഷുഡ് ബി ഫയർഡ് ഹൊറിസോണ്ടലി ടു ദ ഈസ്റ്റ് സിൻസ് ദ റൊട്ടേഷണൽ സ്പീഡ് ഓഫ് ദ എർത്ത്സ് സർഫസ് ഈസ് ദെൻ ആഡഡ് ടു ദ ലോഞ്ച് വെലോസിറ്റി. എർത്തിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് ലോഞ്ച് വെലോസിറ്റിയുമായിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഹൈ വെലോസിറ്റി അച്ചീവ് ചെയ്യാൻ റോക്കറ്റിന് സാധിക്കുന്നു. അതുകൊണ്ടാണ് വെസ്റ്റ് ടു ഈസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഈസ്റ്റ് ടു വെസ്റ്റ് ആണെങ്കിൽ പ്രശ്നമാണ്, കാരണം റൊട്ടേഷണൽ സ്പീഡ് വെസ്റ്റ് ടു ഈസ്റ്റും റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് ഈസ്റ്റ് ടു വെസ്റ്റും ആകുമ്പോൾ ഈ രീതിയിൽ ആഡ് ചെയ്യപ്പെടില്ല, പകരം സബ്സ്ട്രാക്ട് ചെയ്യപ്പെടും. റോക്കറ്റിൻ്റെ വെലോസിറ്റി കുറയാനാണ് സാധ്യത. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. വെസ്റ്റ് ടു ഈസ്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ രണ്ടും ആഡ് ചെയ്തിട്ട് ഹൈ വെലോസിറ്റി റോക്കറ്റിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ എനർജി ഡയഗ്രാം ഓഫ് ആൻ അട്രാക്റ്റീവ് ടു ആറ്റം സിസ്റ്റം ആൻഡ് മാർക്ക് ദ ബൗണ്ടഡ് റീജിയൻ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 2 അറ്റോമിക് മോളിക്യൂളിൻ്റെ എനർജി ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ആ എനർജി ഡയഗ്രാം വരയ്ക്കാനാണ്, എന്നിട്ട് ബൗണ്ടഡ് റീജിയനും കൂടി കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണാം, ഇതാ ഈ ഒരു ഡയഗ്രാം, അല്ലേ? നമ്മൾ ഇൻ്റർ ആറ്റോമിക് ഡിസ്റ്റൻസ് 6 എക്സ് ആക്സിന് അലോങ് ആയിട്ടും എനർജി വൈ ആക്സിന് അലോങ് ആയിട്ടുമാണ് നമ്മൾ കാണിക്കേണ്ടത്. എനർജി ഡയഗ്രത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ബൗണ്ടഡ് റീജിയൻ കണ്ടില്ലേ, ആ E<0 എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരുന്നത്, അല്ലേ? അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ ക്ലാസ് ഒന്ന് കാണുക. ആ ബൗണ്ടഡ് റീജിയൻ അവിടെ വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വർക്ക് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഡിഫറൻസിന് ഈക്വലാണ് എന്നുള്ളതാണ് സിമ്പിളായിട്ട് വർക്ക് എനർജി തിയറം പറയുന്നത്, അല്ലേ? അപ്പോൾ അത് സ്റ്റേറ്റ് ചെയ്യാനാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് അവിടെ കാണിച്ചിരിക്കുന്നു. ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ടു മൂവ് എ പാർട്ടിക്കിൾ ഫ്രം എ ടു ബി, അത് നമുക്ക് WBA എന്ന് എഴുതാം, അല്ലേ? വർക്ക് ഡൺ ടു മൂവ് പാർട്ടിക്കിൾ ഫ്രം എ ടു ബി, അതിനെ WBA എന്ന് എഴുതിയിരിക്കുന്നു. ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി KB - KA, വേർ KB and KA ആർ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് A and B റെസ്പെക്റ്റീവ്ലി, അറ്റ് B and A റെസ്പെക്റ്റീവ്ലി. ഓക്കെ, WBA is equal to KB - KA. അത്രയേ ഉള്ളൂ. വർക്ക് ഡൺ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഡിഫറൻസ് ആണ് എന്നുള്ളത് തന്നെയാണ്. സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ചോദ്യം നോക്കുക, ഡിഫൈൻ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ, ഗിവ് ഇറ്റ്സ് SI യൂണിറ്റ്. ആംഗുലാർ മൊമെൻറ്റം എന്താണ് നമുക്കറിയാലോ, മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം ആണ്, അല്ലേ? മൊമെൻറ്റ് ഓഫ് ലിനിയർ മൊമെൻറ്റം, അതാണ് ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, ദ ആംഗുലാർ മൊമെൻറ്റം L ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഹാസ് മൊമെൻറ്റം P ആൻഡ് പൊസിഷൻ വെക്ടർ R വിത്ത് റെസ്പെക്ട് ടു എ ഗിവൺ കോർഡിനേറ്റ് സിസ്റ്റം L is equal to R cross P. ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊമെൻറ്റ് ഓഫ് ലിനിയർ മൊമെൻറ്റം എന്നും കൂടി വേണമെങ്കിൽ എഴുതാം. ഒരു L is equal to R cross P. P എന്ന് പറയുന്നത് ലിനിയർ മൊമെൻറ്റം ആണ്. R എന്ന് പറയുന്നത് ആ റൊട്ടേഷണൽ ആക്സിസിൽ നിന്ന് ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ യൂണിറ്റ് എന്താ വരിക? പിയുടെ യൂണിറ്റ് നമുക്കറിയാം. P എന്ന് പറയുമ്പോൾ kg/m/s ആണ്. അതിൻ്റെ കൂടെ ആറിൽ ആ മീറ്റർ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? kg/m²/s. അതാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ SI യൂണിറ്റ്, kg/m²/s. ഇനി അത് SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ആണ്. ഇനി CGS സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ കിലോഗ്രാം അല്ല, അവിടെ ഗ്രാമാണ്, മീറ്റർ അല്ല സെൻറ്റിമീറ്റർ ആണ്, അല്ലേ? CGSൽ അപ്പോൾ g/cm²/s ആണ് വരിക. SI യൂണിറ്റ് ആണ് പറയാൻ പറ്റുള്ളൂ, അപ്പോൾ അത് പറഞ്ഞാൽ മതി. kg/m²/s അത് മാത്രം മതി. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അതും സിമ്പിളായിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ സെൻട്രൽ ഫോഴ്സ്, ഷോ ദാറ്റ് ആംഗുലാർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് ഇൻ സെൻട്രൽ ഫോഴ്സ് മോഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ചോദ്യമാണ്. എന്താണ് സെൻട്രൽ ഫോഴ്സ് എന്നുള്ളതാണ്. സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് വിച്ച് ഈസ് ആക്റ്റഡ് ടുവേർഡ്സ് ഓർ എവേ ഫ്രം എ ഫിക്സഡ് പോയിൻ്റ് ഓഫ് വിച്ച് മാഗ്നിറ്റ്യൂഡ് ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് ഫിക്സഡ് പോയിൻറ്റ്. അതാണ്, അല്ലേ, സെൻട്രൽ ഫോഴ്സ്. ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫിക്സഡ് പോയിൻറ്റിലേക്കോ ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുക. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും? ആ ഫിക്സഡ് പോയിൻറ്റിൽ നിന്നുള്ള
ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, എ റേഡിയൽ ഫോഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിൻറ്റ് ഈസ് കോൾഡ് ദ സെൻട്രൽ ഫോഴ്സ്. റേഡിയൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഫിക്സഡ് പോയിൻറ്റിലേക്കോ അല്ലെങ്കിൽ ഫിക്സഡ് പോയിൻറ്റിൽ നിന്നോ ഡയറക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്നുള്ളൊരു ഐഡിയ അവിടെ വന്നു. അപ്പോൾ അങ്ങനെ എഴുതിയാലും മതി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഓൺലി ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിൻറ്റ്. ഒരു പോയിന്റിൽ നിന്നുള്ള ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ഒറിജിൻ ആയിരിക്കും ആ പോയിന്റ്, അല്ലേ? ആ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ മാത്രമായിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ കാണിക്കാറുള്ളത് എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് എന്നാണ്, അല്ലേ? എഫ് ഓഫ് ആർ ഫോഴ്സ് ഒരു വെക്ടറാണ്. അപ്പോൾ ഈ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്ന ആ വെക്ടർ എഫ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ഓഫ് ആർ ഡിസ്റ്റൻസിൻ്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ആ ഒരു റേഡിയൽ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ അത് റേഡിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഫിക്സഡ് പോയിന്റിലേക്കോ ഫിക്സഡ് പോയിന്റിൽ നിന്നോ ഡയറക്റ്റഡ് ആയിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആർ ക്യാപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇവിടെ അതിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട്, ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ് സെൻട്രൽ ഫോഴ്സ് മോഷൻ നടക്കുമ്പോൾ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ്, അല്ലേ? റൊട്ടേഷണൽ എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആർ ക്രോസ് എഫ് ആണ് വരിക. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് ആണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആർ ക്രോസ് എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് എന്ന് വരും. ആർ എന്ന് പറയുന്നത് നമുക്കറിയാലോ ആർ ആർ ക്യാപ്പാണ് വരിക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ, അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് ആർ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ കാണിച്ചിട്ട്. അപ്പോൾ എന്തൊരു ആർ 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 ക്യാപ്പ് എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് എന്ന് വരും. അപ്പോൾ അവിടെ ആർ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് എന്ന് വരുന്നു. സെയിം യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് നമുക്കറിയാം 0 ആണ് വരിക. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് അവിടെ നമുക്ക് എത്ര കിട്ടുന്നു? 0 എന്ന് കിട്ടുന്നു. ഓക്കെ, ആർ ആർ ക്യാപ്പ് ക്രോസ് എഫ് ഓഫ് ആർ ആർ ക്യാപ്പ്. അപ്പോൾ യൂണിറ്റ് വെക്ടേഴ്സ് ആർ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നതുകൊണ്ട് ടോർക്ക് 0 ആയിട്ട് പോയി. ടോർക്ക് എന്ന് പറയുന്നത് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലിനിയർ മൊമെൻറ്റം ആണ്. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു dl/dt ആണ്. അപ്പോൾ ആ ടോർക്ക് 0 ആകുമ്പോൾ dl/dt എത്രയാവും? 0 എന്ന് വരും. dl/dt 0 ആകുമ്പോൾ നമുക്കറിയാം L എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം L എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ എ സെൻട്രൽ ഫോഴ്സ് എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് വെർ എഫ് ഓഫ് ആർ ഹാസ് എനി ഡിപ്പെൻഡൻസ് ഓൺ ആർ വി കെയർ ടു ചൂസ് ദ ടോർക്ക് ഓൺ ദ പാർട്ടിക്കിൾ അബൌട്ട് ദ ഒറിജിൻ ടോസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ഓഫ് ആർ. എഫ് ഓഫ് ആറിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് എന്ന് എഴുതാം. ആർ ക്രോസ് ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ ക്യാപ്പാണ്. അപ്പോൾ ആർ ക്യാപ്പ് ക്രോസ് എഫ് ഓഫ് ആർ ക്യാപ്പ്, ആർ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് 0 ആയിട്ട് പോവുകയാണ്. അപ്പോൾ ടോർക്ക് 0 ആയതുകൊണ്ട് നമുക്ക് അറിയാം ടോസ് ഈക്വൽ ടു dl/dt, അത് 0 ആണ് വരുന്നത്. L എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് നമുക്ക് ഈ വരുന്ന പരീക്ഷയിലും എക്സ്പെക്റ്റ് ചെയ്യാം. സെൻട്രൽ ഫോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 lenses, one convex lens and the other concave of same mass and same radius are given. Which one will have greater moment of inertia when rotating about an axis perpendicular to the plane and passing through the center? Justify your answer. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ഒരു കോൺകേവ് ലെൻസും തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും മാസും അതുപോലെ റേഡിയസ് ഓഫ് കർവേച്ചറൊക്കെ സെയിം ആണ്. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, അല്ലേ, അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിൻ്റെ സെൻറ്ററിലൂടെ, അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ കൂടെയാണ് ആ ആക്സ് പാസ് ചെയ്യുന്നത്. അതിനെ അബൌട്ടായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഏതിനാണ് കൂടുതൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ശ്രദ്ധിക്കുക. അത് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കോൺകേവ് ലെൻസിനായിരിക്കും കൂടുതൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺകേവ് ലെൻസ് നമുക്കറിയാം ആ പറയുന്ന ആക്സിസ് ഉണ്ടല്ലോ, ആ ആക്സിസിൽ നിന്ന് അകലെയുള്ള പോയിൻറ്റ്സിലായിരിക്കും കൂടുതൽ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. കോൺവെക്സ് ലെൻസിൽ അങ്ങനെയല്ല, അല്ലേ? കോൺവെക്സ് ലെൻസിൻ്റെ ആ സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ നിന്ന് അകന്നു പോകും തോറും പിന്നെ സെൻറ്റർ ഭാഗത്താണല്ലോ കൂടുതൽ അതിന് തടി ഉണ്ടാവുക, അല്ലേ? കൂടുതൽ മാറ്റർ സെൻറ്റർ ഭാഗത്താണ് ഉണ്ടാവുക. സെൻറ്ററിൽ നിന്ന് ദൂരത്തേക്ക് പോകും തോറും, ആ കേവ്സിലേക്ക് പോകും തോറും അവിടെ മാസ് കുറഞ്ഞിട്ടാണ് വരിക. പക്ഷേ കോൺകേവിൽ അങ്ങനെയല്ല. സെൻറ്ററിൽ മാസ് പൊതുവേ കുറവായിരിക്കും, ഇങ്ങനെ ഇടുങ്ങി വരികയാണല്ലോ ചെയ്യണത്. നകന്നു പോകുമ്പോൾ ഇതിൻ്റെ മാസ് കൂടി വരികയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല വരുന്നത് എപ്പോഴും I ഈക്വൽ ടു mr². എം സെയിം ആണ്. ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടുകയാണ് ചെയ്യുക. ഇവിടെ കോൺകേവ് ലെൻസിലാണ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്
കൂടിയോടത്ത് അല്ലേ അങ്ങനെ കൂടുതലുള്ളത് അല്ലേ കൂടിയോടത്ത് കൂടുതൽ മാസ് ഉള്ളത് കോൺകേവ് ലെൻസിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഐ സി ഈക്വൽ ടു എം ആർ സ്ക്വയർ അല്ലേ കൂടുതൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കോൺകേവ് ലെൻസിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. കോൺകേവ് ലെൻസ് വിൽ ഹാവ് ഗ്രേറ്റർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഇൻ എ കോൺകേവ് ലെൻസ് മോർ മാസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അവേ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ലെൻസ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ഗ്രേറ്റർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് അകന്നു പോകുന്തോറും മാസ് കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടുതലായിരിക്കും. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് അകന്നു പോകുന്തോറും മാസ് കുറഞ്ഞു വരികയാണ് ഒരു സിസ്റ്റത്തിലെങ്കിൽ അവിടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കുറവായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗിവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ജസ്റ്റിഫൈ എ പെയർ ഓൺ പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ് ഇൻ ദ റിലേഷൻ. ഓക്കെ, ലിനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും നമ്മുടെ റിലേഷനാണ്. നമുക്കറിയാം വി സി ഈക്വൽ ടു ആർ ഒമേഗ എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷേ അത് കറക്റ്റായിട്ട് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ വി സി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതണം. ഓക്കെ, ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ലിനിയർ വെലോസിറ്റി വിയും ആംഗുലാർ വെലോസിറ്റി ഒമേഗയും എടുത്തു കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ നിന്നുള്ള സെൻറ്റർ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെക്റ്റർ വി സി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ ആണ്. ഒമേഗ എന്താണ്? ആംഗുലാർ വെലോസിറ്റിയാണ്. ആർ ഈസ് ദ പൊസിഷൻ വെക്റ്റർ ആണ്. വി എന്ന് പറയുന്നത് ലിനിയർ വെലോസിറ്റിയാണ്. ഇനി അതിൻ്റെ പ്രത്യേകത പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ് ആർ. അവിടെ ഏതൊക്കെയാണ് പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ് എന്നും കൂടി പറയണം. ഓക്കെ, ആ റിലേഷനിൽ പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ് ഏതൊക്കെയാണ്? വിയും ഒമേഗയും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ വിയും ആറും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ വെക്റ്റേഴ്സ് പഠിക്കുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. വി സി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്ന് പറയുമ്പോൾ വി എന്ന് പറയുന്നത് ഒമേഗയുമായിട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും, വി എന്ന് പറയുന്നത് ആറുമായിട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ്. ഓക്കെ, 11ാമത്തെ ചോദ്യം നമ്മുടെ സിലബസിൽ ഇല്ലാത്തതാണ്. സ്റ്റേറ്റ് ഹുക്സ് ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന നമ്മളുടെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ള ചാപ്റ്റർ എന്നുള്ളതാണ്. അപ്പോൾ അത് വേണ്ട. 12ാമത്തെ ചോദ്യവും നമുക്ക് ആവശ്യമില്ല. അതും പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ചാപ്റ്ററത്തെയാണ്. അപ്പോൾ ഇത്രയാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 5 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസും നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ഒഴിവാക്കിയ ചാപ്റ്ററത്തെയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ സ്പ്രിംഗ് ഗൺ വിത്ത് പിസ്റ്റൺ ഓഫ് മാസ് എം അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് ഓഫ് കോൺസ്റ്റൻറ്റ് കെ യൂസസ് എ മാർബിൾ ഓഫ് മാസ് എം ആസ് ദ ഷോട്ട്. The marble and the piston are pulled back a distance L from the equilibrium position and suddenly released. Calculate the speed of the marble as it loses contact with the piston. ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് നമ്മൾ പഠിച്ചതാണ്. സ്പ്രിംഗ് ഗണ്ണ് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ മാർബിളിൻ്റെ സ്പീഡ് അല്ലേ, ആ കോണ്ടാക്റ്റിൽ നിന്ന് ലോസ് ചെയ്യുന്ന സമയത്ത്, സ്പ്രിങ് സിസ്റ്റത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ മാർബിളിനൊരു സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമല്ലോ. മാർബിൾ തെറിച്ച് പോവുകയാണല്ലോ. ആ മാർബിളിൻ്റെ സ്പീഡ് കാണാനാണ്. അപ്പോൾ ഇവിടെ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും എന്ന് നമ്മൾ ആദ്യം പറയുന്നുണ്ട്. അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാം. ഒമേഗ is equal to സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം പ്ലസ് എം. ഇത് നിങ്ങൾ നോക്കുക. നമ്മളത് അതിൻ്റെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് is equal to 0 എന്നുള്ള ഫോമിൽ ഇതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അത് എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷൻ്റെ ഫോമിൽ. അതിൽ നിന്ന് നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ എം പ്ലസ് എം ആണ്. നിങ്ങൾ നോക്കുക, നമ്മളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതിന് ശേഷം നോക്കുക, മാർബിളിൻ്റെ സ്പീഡ് കാണണം അല്ലേ. ആ സ്പീഡ് മാക്സിമം ആവും എപ്പോഴാണ്? ആ കോണ്ടാക്റ്റിൽ നിന്ന് ജസ്റ്റ് കോണ്ടാക്റ്റിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ് ഏറ്റവും സ്പീഡ്. പിന്നെ മുന്നിലേക്ക് പോകുന്നതോറും ആ സ്പീഡ് കുറഞ്ഞു വരുമല്ലോ. വെൻ ദ പിസ്റ്റൺ ഈസ് അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലേ, പിസ്റ്റൺ ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുന്ന സമയത്താണ് ഇതിന് മാക്സിമം സ്പീഡ് കിട്ടുക. അപ്പോഴാണ് ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമ്പോഴാണ് ഈ മാർബിൾ ഡിറ്റാച്ച് ചെയ്യുന്നത് അല്ലേ. ആ ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റിലാണ് മാക്സിമം സ്പീഡ് കിട്ടുക. അത് ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നമ്മുടെ സ്പ്രിങ് എത്തുമ്പോഴാണ്, പിസ്റ്റൺ എത്തുമ്പോഴാണ്. ഓക്കെ, അത് ജസ്റ്റ് ആ ഒരു പോയിൻ്റ് അവിടെ എഴുതണം. ആൻസർ കീ അനുസരിച്ചിട്ട് അതിനൊരു മാർക്കുണ്ട്. പിന്നെ ഈ പിസ്റ്റണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഹാർമോണിക് ടേംസിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. എക്സ് ഓഫ് ടി is equal to എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി. വെലോസിറ്റി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒമേഗ എ കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ ബി സൈൻ ഒമേഗ ടി കിട്ടും. ഓക്കെ, ഇനി ഇവിടെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ വരുന്നത്
എയുടെ വാല്യൂ 0യും ബിയുടെ വാല്യൂ ഇനി ഈക്വിലിബ്രിയം പൊസിഷനിൽ അല്ലേ, എയുടെ വാല്യൂ 0 അതുപോലെ ബിയുടെ വാല്യൂ -1. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ω_L എന്നാണ് നമുക്ക് കിട്ടുക. L ഡിസ്റ്റൻസ് ആണത് മൂവ് ചെയ്യുന്നത് അല്ലേ, ω_L. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ √K/m+m×L. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് കൂടി ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നോട്ട്സ് തന്നിട്ടുണ്ട്, യൂട്യൂബ് ക്ലാസ് ഉണ്ട്, ആ ഭാഗം സ്പ്രിംഗ് ഗൺ എന്ന് പറയുന്ന ഭാഗം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് മാക്സിമം വെലോസിറ്റി കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 16ാമത്തെ ചോദ്യമാണ്. എ മാൻ വെയിങ് 100 kg സ്റ്റാൻഡ്സ് ഓൺ എ സ്കെയിൽ ഇൻ എ മൂവിങ് എലിവേറ്റർ. ഫൈൻഡ് ദ റീഡിംഗ് ഓൺ ദ സ്കെയിൽ വെൻ ദ ലിഫ്റ്റ് റിമെയിൻ സ്റ്റേഷനറി. അതാണ് ഒന്നാമത്തെ പാർട്ട്. സെക്കൻഡ്, ആക്സിലറേറ്റ് അപ്വേർഡ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 4 m/s². ആക്സിലറേറ്റ് ഡൗൺവേർഡ് അറ്റ് ദ റേറ്റ് ഓഫ് 2 m/s². നാലാമത്തത്, ഫാൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. ഫിഫ്ത്ത് വൺ, മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഇത് നമ്മൾ ടർട്ടിൽ ഇൻ ആൻ എലിവേറ്റർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടെ ആദ്യം സ്റ്റേഷനറി ആകുമ്പോൾ 100 kg ആൾക്ക് വെയിറ്റ് ഉള്ളത്. അപ്പോൾ ലിഫ്റ്റ് സ്റ്റേഷനറി ആകുമ്പോൾ അയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ്, അതായത് ലിഫ്റ്റ് സ്റ്റേഷനറി ആകുമ്പോൾ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിനെ അപേക്ഷിച്ച്, ഗ്രൗണ്ടിനെ നമുക്കൊരു ഇനേർഷ്യൽ ഫ്രെയിമായിട്ട് കൺസിഡർ ചെയ്യാം. ലിഫ്റ്റ് സ്റ്റേഷനറി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റും ഒരു ഇനേർഷ്യൽ ഫ്രെയിം തന്നെയായിരിക്കും. കാരണം ഗ്രൗണ്ടിനെ അപേക്ഷിച്ചിട്ട് ലിഫ്റ്റിനൊരു മോഷൻ ഇല്ലല്ലോ, ആക്സിലറേഷൻ ഇല്ലല്ലോ. അപ്പോൾ ഒരു ആക്സിലറേറ്റഡ് ഫ്രെയിം അല്ല ലിഫ്റ്റും ഒരു സ്റ്റേഷനറി ഫ്രെയിമാണ്. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് നമ്മൾ കാണുന്ന സമയത്ത് അവിടെ 0 ആണ് അല്ലേ, ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ടുള്ള ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ അവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ എഫ് നോൺ ഇനേർഷ്യൽ is equal to എഫ് ഇനേർഷ്യൽ പ്ലസ് എഫ് ഫിക്റ്റീഷ്യസ് ആണ്. എഫ് ഫിക്റ്റീഷ്യസ് -ma ആണ് വരിക. ആ -ma എന്ന് പറയുന്ന സാധനം 0 ആയതുകൊണ്ട് അവിടെ 0 ആയതുകൊണ്ട് തന്നെ അവിടെ എഫ് നോൺ ഇനേർഷ്യൽ is equal to എഫ് ഇനേർഷ്യൽ. ഗ്രൗണ്ടിൽ നിന്നുള്ള അതേ വെയിറ്റ് തന്നെയാണ് ഈ ആൾക്ക് ഉണ്ടാവുക അല്ലേ, ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ടുള്ള ഗ്രൗണ്ടിൽ അനുഭവപ്പെടുന്ന അതേ വെയിറ്റാണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നും ഉണ്ടാവുക. അതെത്ര വരിക, അയാളുടെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. മാസ് 100, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.82 ആകുമ്പോൾ 980 ന്യൂട്ടനാണ് അയാളുടെ ഒരു ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. 980 ന്യൂട്ടനാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത്, ലിഫ്റ്റ് മുകളിലേക്ക് 4 m/s² ആക്സലറേഷൻ വരികയാണ്. അപ്പോൾ മുകളിലേക്ക് ആക്സലറേഷൻ വരിക എന്ന് പറയുമ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് അല്ലേ, ഈ എ എന്ന് പറയുന്നത് -4 ആയി. എ എന്ന് പറയുന്നത് -4 ആയി. താഴത്തേക്കുള്ളത് നമ്മൾ 9.8 ആണ് ആക്സലറേഷൻ എടുത്തിട്ടുള്ളത്, പ്ലസ് 9.8 ആണ്. അപ്പോൾ മുകളിലേക്കുള്ളത് നമ്മൾ -4 എന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് നോൺ ഇനേർഷ്യൽ is equal to എഫ് ഇനേർഷ്യൽ പ്ലസ് എഫ് ഫിക്റ്റീഷ്യസ് ആണ്. ഇവിടെ എ 4 ആയതുകൊണ്ട് -4 ആണ് കേട്ടോ. എ -4 ആകുമ്പോൾ എഫ് is equal to -ma അനുസരിച്ചിട്ട് ഇയാൾ അനുഭവപ്പെടുന്ന ആകെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എഫ് നോൺ ഇനേർഷ്യലാണ്. ലിഫ്റ്റിൽ നിന്ന് എഫ് നോൺ ഇനേർഷ്യൽ is equal to എഫ് ഇനേർഷ്യൽ പ്ലസ് എഫ് ഫിക്റ്റീഷ്യസ് ആണ്. എഫ് ഇനേർഷ്യൽ ഇവിടെ വരിക 980 തന്നെ, അതിന് സംശയമൊന്നുമില്ല, 980 തന്നെയാണ് എഫ് ഇനേർഷ്യൽ വരിക. എഫ് നോൺ ഇനേർഷ്യൽ എന്ന് പറയുമ്പോൾ -ma ആണ്. -m എന്ന് പറയുന്നത് 100, എ എന്ന് പറയുന്നത് -4. അപ്പോൾ 100 -100 ഇൻറ്റു -4 എന്ന് വരും, മീൻസ് 400 എന്ന് വരും. 400. ഓക്കെ, അപ്പോൾ 400 പ്ലസ് 980 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1380 ന്യൂട്ടൺ. അതായിരിക്കും അയാളുടെ വെയിറ്റ്, അല്ലെങ്കിൽ ആ സ്കെയിലിൽ കാണിക്കുന്ന റീഡിങ്. ഓക്കെ, അടുത്തത്, ആക്സലറേറ്റ് ഡൗൺവേർഡ് അറ്റ് ദ റേറ്റ് ഓഫ് 2 m/s². അപ്പോൾ എ എന്ന് പറയുന്നത് എത്രയായി? -2 ആയി. എ ഡൗൺവേർഡ് ആകുമ്പോൾ ഞാൻ തൽക്കാലം പോസിറ്റീവ് എടുക്കുന്നത്. എ is equal to 2 ആയി. ഓക്കെ, എ is equal to 2. അപ്പോൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് -ma എന്ന് പറയുന്നത് -100 ഇൻറ്റു 2, -200 വരും. -200 ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ഇനേർഷ്യൽ നേരത്തെ പോലെ തന്നെ 980 ആണ്. അപ്പോൾ 980 പ്ലസ് -200, 980 - 200 780 ന്യൂട്ടൺ എന്നാണ് വരിക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഫാൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. താഴത്തേക്ക്, അപ്പോൾ ആക്സലറേഷൻ is equal to എത്രയായി? 9.8 ആയി. നമ്മൾ ഡൗൺവേർഡ് ആക്സലറേഷന് തൽക്കാലം പോസിറ്റീവാണ് കൊടുക്കുന്നത്. ഈ ആൻസർ കീയിൽ നേരെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഡൗൺവേർഡിന് നെഗറ്റീവും അപ്വേർഡിന് പോസിറ്റീവുമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ നേരെ തിരിച്ചാണ് കൊടുക്കുന്നത്. ഡൗൺവേർഡിന്
പോസിറ്റീവും അപ്വേർഡിന് നെഗറ്റീവുമാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഫ്രീലി ഫാളിംഗ് ആകുമ്പോൾ -9.8 ആയിരിക്കും അതിൻ്റെ ആക്സിലറേഷൻ എ വരിക. അപ്പോൾ എഫ് നോൺ ഇനേർഷ്യലാണ് നമുക്ക് കാണേണ്ടത്. എഫ് ഇനേർഷ്യൽ നേരത്തെ പോലെ തന്നെ 980 ന്യൂട്ടനാണ്. എഫ് ഫിക്റ്റീഷ്യസ് -ma ആണ് വരിക. -ma പറയുമ്പോൾ -100 ഇൻറ്റു എ എന്ന് പറയുന്നത് 9.8 +9.8 ആണ് അല്ലേ. അപ്പോൾ -980 എന്ന് വരും എഫ് ഫിക്റ്റീഷ്യസ്. അപ്പോൾ എഫ് ഇനേർഷ്യൽ 980 പ്ലസ് എഫ് ഫിക്റ്റീഷ്യസ് -980. 980 പ്ലസ് -980 വരുമ്പോൾ 980 മൈനസ് 980 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ മുമ്പ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നുള്ളതാണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ആരുടെ ഈ ലിഫ്റ്റിൻ്റെ വി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ലിഫ്റ്റിൻ്റെ ആക്സലറേഷൻ എന്തായിരിക്കും? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ആക്സലറേഷൻ 0 ആയിരിക്കും. ആക്സലറേഷൻ 0 ആവുക എന്ന് പറയുമ്പോൾ അവിടെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇല്ല. മീൻസ് നമ്മുടെ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇനേർഷ്യൽ ഫ്രെയിം തന്നെയാണ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അപ്പം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എഫ് നോൺ ഇനേർഷ്യൽ ഇസ് ഈക്വൽ ടു എഫ് ഇനേർഷ്യൽ തന്നെ വരും. എഫ് ഇനേർഷ്യൽ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 980 ന്യൂട്ടൺ. ആ രീതിയിലാണ് അത് ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 17ാമത്തെ ചോദ്യം ഡയറക്റ്റ് ഒരു ചോദ്യമാണ്. എ യൂണിഫോം ഡ്രം ഓഫ് റേഡിയസ് ആർ ആൻഡ് മാസ് എം റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഡൗൺ എ പ്ലെയിൻ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഫൈൻഡ് ഇറ്റ്സ് ആക്സലറേഷൻ അലോങ് ദ പ്ലെയിൻ. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡ്രം എബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഈസ് I0 = mr²/2. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂണിഫോം ഡ്രമ്മിൻ്റെ കേസ് അല്ലേ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു യൂണിഫോം ഡ്രം ഉരുണ്ട് വരുമ്പോഴുള്ള ആ ഒരു മെക്കാനിക്സ് നമ്മൾ ഡയറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഫോഴ്സ് ഡയഗ്രം ഈ പറയുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെ വരയ്ക്കുന്നതിന് 1 മാർക്കുണ്ട്. ഡെറിവേഷന് 4 മാർക്ക്, അങ്ങനെ 5 മാർക്കാണ്. അപ്പോൾ ഡെറിവേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദ ഡ്രം W sin θ - F = ma എന്ന് എഴുതണം. പിന്നെ ടോർക്ക് നമുക്കറിയാം R×F ആണ്. ഇവിടെ RF ആണ് വരിക. ആറും എഫും പരസ്പരം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് RF ആണ് വരിക. അത് I0 ആൽഫയാണ് വരിക അല്ലേ. അത് എഴുതണം, ആ ഒരു പോയിൻ്റ് എഴുതണം. പിന്നെ ഫോർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് A = R ആൽഫ, ആൽഫ = A/R ഇതൊക്കെ എഴുതണം. ഹെൻസ് W sin θ - I0 α/R = ma. mg sin θ - m α/2 = ma. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. നമ്മൾ യൂട്യൂബ് വീഡിയോ നോക്കുക, അതിനകത്ത് പറയുന്നുണ്ട്. A = നമുക്ക് 2/3 g sin θ എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കുക. അപ്പോൾ ആക്സലറേഷൻ നമുക്ക് കിട്ടി, ഡ്രമ്മിൻ്റെ ആക്സലറേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ക്ലാസ് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരിയഡ് ഓഫ് എ ഫിസിക്കൽ പെൻഡുലം ആൻഡ് ഹെൻസ് ഷോ ദാറ്റ് എ സിമ്പിൾ പെൻഡുലം കറസ്പോണ്ട്സ് ടു എ സ്പെഷ്യൽ കേസ് ഓഫ് ഇറ്റ്. ഇതും ഡയറക്റ്റ് ചോദ്യമാണ്. ഫിസിക്കൽ പെൻഡുലം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ പെൻഡുലം നമ്മളതിൻ്റെ മെക്കാനിക് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ φ_{= Wi/I α φ 0 എന്ന് പറയുന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഹാർമോണിക് ഓസിലേറ്റർ അല്ലേ, അത് ഒബേ ചെയ്യും. ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ അതിൽ നമുക്കറിയാമല്ലോ x∬= ω² x = 0. അങ്ങനെയാണ് അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഹാർമോണിക് മോഷൻ. അതിൽ ω² സ്ഥാനത്ത് ഇവിടെ Wi/I ആൽഫയാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് IA അല്ലേ, Wi/IA ആണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒമേഗ എന്ത് വരും? √Wi/IA എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് റേഡിയസ് അങ്ങനെ അതിൻ്റെ എന്ത് കണ്ടുപിടിച്ചു? ഇപ്പോൾ നമ്മൾ അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിച്ചു. ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതെന്താണ്? 2π/t ആണല്ലോ, 2π/t. അതിൽ നിന്ന് നമുക്ക് t കണ്ടുപിടിക്കാം, ടൈം പീരീഡ് കണ്ടുപിടിക്കാം അല്ലേ. 2π/t ആണ് √ωI/IA വരുന്നത്. അപ്പോൾ t എന്ന് പറയുന്നത് എന്ത് വരും? 2π/√ωI/IA വരും. ഓക്കെ, അല്ലെങ്കിൽ 2π × √IA/WI വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ടൈം പീരീഡ് വരിക. അത് കാണാൻ പറയുന്നുണ്ട്. പിന്നെ സിമ്പിൾ പെൻഡുലം അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണെന്ന് പറയുന്നു. റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഇക്വേഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മൾ ചെയ്തതാണ്. K = √I0/m, IA = I0 ml², I0 + ml² ദാറ്റ് ഈസ് ഈക്വൽ ടു mk² + l². അങ്ങനെ ഒമേഗയ്ക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാം, √GL/k² + l². അതാണ് ഒമേഗ 2π/t. അപ്പോൾ t = 2π/√GL/k² + l² കിട്ടും. അല്ലെങ്കിൽ t = 2π × √k² + l²/GL എന്ന് കിട്ടും. അതാണ് ടൈം പീരീഡ്.
ഇനി അതിനകത്ത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ഈ കെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ is equal to 0 ആണ്. കെ is equal to 0 ആണെങ്കിൽ ഒമേഗ is equal to എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് GL/L² അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് G/L കിട്ടും. അതാണ് ഒമേഗ. അപ്പോൾ ടൈം പീരീഡ്, അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒമേഗ, അത് തന്നെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് G/L ആണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒമേഗ. അപ്പോൾ ഫിസിക്കൽ പെൻഡുലത്തിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണ് സിമ്പിൾ പെൻഡുലം. അത് ഡയറക്റ്റ് ചോദ്യമാണ്. നിങ്ങൾ ആ ഒരു യൂട്യൂബ് ക്ലാസ് ഉണ്ട്, അതിൻ്റെ വീഡിയോ കാണുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്തതും ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ടോർഷൻ പെൻഡുലം. ഇതും ഡയറക്റ്റ് ആണ്, വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ആദ്യം ടോർഷൻ പെൻഡുലം എന്താണെന്നൊക്കെ എഴുതണം, ആ ഒരു ഫിഗറും അത് ടോർഷൻ പെൻഡുലം എന്താണെന്നൊക്കെ എഴുതുന്നതിന് ഹെവി സിലിണ്ട്രിക്കൽ റോഡ് ഓർ ഡിസ്ക് സസ്പെൻഡഡ് ഫ്രം വൺ എൻഡ് ഓഫ് എ ഫൈൻ വയർ ഹൂസ് അപ്പർ എൻഡ് ഈസ് ഫിക്സഡ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ടോർഷൻ പെൻഡുലം. അത് എഴുതുന്നതിന് ഒരു മാർക്കാണ്, എന്നിട്ട് ആ ഫിഗറും വരയ്ക്കുന്നതിന് ഒരു മാർക്കാണ് ടോർഷൻ പെൻഡുലത്തിൻ്റെ. പിന്നെ ആ ഡെറിവേഷൻ ഉണ്ടല്ലോ, അതായത് പീരിയഡ് ഓഫ് ഓസിലേഷൻ കാണുന്ന ആ ഡെറിവേഷൻ, നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒബേ ചെയ്യുന്നു അല്ലേ, SHMൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒബേ ചെയ്യുന്നു എന്ന് കാണിക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്തുള്ള ആ സാധനം എടുക്കുക, എന്നിട്ട് ടൈം പീരീഡ് കാണുക. അതാണല്ലോ ചെയ്യുക. അപ്പോൾ അത് ചെയ്യുന്നതിന് 4 മാർക്കുമാണ് ആൻസർ കീ പ്രകാരമുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സംഗതികൾ നമ്മൾ ചെയ്ത് തന്നെയാണ് നിങ്ങൾ നോക്കുക കേട്ടോ. അവിടെ ടൈം പീരീഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2π സ്ക്വയർ റൂട്ട് ഓഫ് I/C ആണ് കിട്ടുക. I മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, C കപ്പിൾ പെർ യൂണിറ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് അല്ലേ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2π സ്ക്വയർ റൂട്ട് ഓഫ് I/C എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് ഓർ റോഡ് അബൌട്ട് ദ വയർ ബൈ റീസ്റ്റോറിങ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഓഫ് ദ വയർ, അതിൻ്റെ സ്ക്വയർ റൂട്ടായിരിക്കും ടൈം പീരീഡ് വരിക. ഓക്കെ, 2π ഇൻറ്റു അത് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് 19ാമത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുക: d²θ/dt² പ്ലസ് C/I θ is equal to 0. അപ്പോൾ അതിന് ഒമേഗ സ്ക്വയർ is equal to C/I ആണ്, ഒമേഗ is equal to റൂട്ട് C/I ആണ്. അപ്പോൾ T is equal to 2π/ റൂട്ട് C/I ആണ്, അല്ലെങ്കിൽ 2π റൂട്ട് I/C ആണ്. ഓക്കെ, അങ്ങനെയാണ് T കിട്ടുന്നത്. എന്നിട്ട് ഐയും സിയും എന്താണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. I എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് ഓർ റോഡ് അബൌട്ട് ദ വയർ ആണ്. C എന്ന് പറയുന്നത് കപ്പിൾ പെർ യൂണിറ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ്. അപ്പോൾ അത്രയും ആയിരുന്നു കഴിഞ്ഞ വർഷം വന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രോബ്ലംസ് ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ വർഷം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പ്രോബ്ലംസ് മേ ബി ചിലപ്പോൾ വരാം. ഞാൻ ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട പ്രോബ്ലംസ് അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയുടെ മെക്കാനിക്സ് 2 പേപ്പർ പരീക്ഷ പ്രോബ്ലംസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെമസ്റ്ററിലെ മെക്കാനിക്സ് 1 ഈ പേപ്പറിൽ പ്രോബ്ലംസ് തീരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് മെക്കാനിക്സ് 2 പേപ്പറും അങ്ങനെ തന്നെയാവുമെന്ന് നിങ്ങളുടെ സീനിയേഴ്സ് കരുതി പ്രോബ്ലംസ് അവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രോബ്ലംസ് നന്നായിട്ട് വന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വർഷം എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി ചിലപ്പോൾ പ്രോബ്ലംസ് വന്നേക്കാം. അപ്പോൾ നമ്മൾ 3 ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ വീഡിയോസും കാണുക. ഇതെല്ലാം ഡയറക്റ്റാണ്, നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ വന്നിട്ടുള്ളത്. എന്തെങ്കിലും അതിൽ എക്സ്ട്രാ വന്നിട്ടുള്ളത് ഈ ഒരു ചോദ്യം മാത്രമാണ്, എലവേറ്ററിൻ്റെ ചോദ്യം. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. F നോൺ ഇനേർഷ്യൽ is equal to F ഇനേർഷ്യൽ പ്ലസ് F ഫിക്റ്റീഷ്യസ് എന്നുള്ള ഫോർമുല മാത്രമേ അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളൂ. F ഇനേർഷ്യൽ ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള വെയിറ്റ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ മതി. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് കാണണമെങ്കിൽ നമ്മൾ ലിഫ്റ്റിൻ്റെ ആക്സലറേഷൻ ചെയ്യുന്ന എടുത്തിട്ട് -ma ചെയ്യണം. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റിൽ നിൽക്കുമ്പോഴുള്ള F നോൺ ഇനേർഷ്യൽ ഫോഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. അത് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാനുള്ളതായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഡയറക്റ്റാണ്. ഇനി essay ക്വസ്റ്റ്യൻസ് നോക്കുക. essay ക്വസ്റ്റ്യൻസും അത്ര ടഫൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം. 20ാമത്തെ ചോദ്യം 2 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിലേതെങ്കിലും ഒന്ന് എഴുതാനാണ് essay. സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, അപ്ലൈ ദീസ് ലോസ് ടു ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ ഈച്ച് കാർ ഓഫ് മാസ് m in a string of 3 weight cars pulled with force F by a locomotive and the tension on a string of length R used to whirl a mass m in a vertical plane in the gravitational field of the earth. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ 3 നമ്മൾ ഡിഫൈൻ ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം. ഫസ്റ്റ് ലോ
എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ലോങ് സ്ട്രൈറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ലോ ഓഫ് ഇനർഷ്യ. പിന്നെ സെക്കൻഡ് ലോ ഓഫ് ഫോഴ്സ്, time rate of change of momentum is always directly proportional to force and it is in the direction of the applied force. F proportional to dp by dt, F is equal to ma അല്ലേ. തേർഡ് ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓരോ ലോയ്ക്കും ഓരോ മാർക്ക്, അങ്ങനെ 3 മാർക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ ഫ്രൈറ്റ് ട്രെയിൻ ആണ്. ഇതും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൈറ്റ് ട്രെയിന് ഓരോ ബോഗിയിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനൊക്കെയാണ്. നമുക്കറിയാലോ, എൻജിൻ പ്രയോഗിക്കുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ എൻജിനോട് അടുത്തുള്ള ആ ഒരു ബോഗിയിൽ അല്ലേ, ഏറ്റവും അവസാനത്തെ ബോഗിയിൽ n നമ്പർ ഓഫ് ബോഗീസാണ് ഉള്ളതെങ്കിൽ ഏറ്റവും അവസാനത്തെ ബോഗിയിൽ അനുഭവപ്പെടുക NF/N എന്ന് പറയുന്ന ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ബോഗിയിൽ അനുഭവപ്പെടുക F/N ആയിരിക്കും. ആ രീതിയിലാണ് അല്ലേ. ലാസ്റ്റ് സെക്കൻഡിൽ അനുഭവപ്പെടുന്നുണ്ടാവുക 2F/N ആയിരിക്കും. ഓക്കെ, ആ രീതിയിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ 3 ബോഗീസുള്ള ഒരു ഫ്രൈറ്റ് ട്രെയിൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതിൽ കൊണ്ടാവും മൂന്നാമത്തെ ട്രെയിനിൽ F/3 അനുഭവപ്പെടുന്നു, രണ്ടാമത്തെ ട്രെയിനിൽ 2F/3, രണ്ടാമത്തെ ബോഗിയിൽ 2F/3, ഫസ്റ്റ് ബോഗിയിൽ അനുഭവപ്പെടുന്നത് 3F/3 ആണ്. മീൻസ് ആ എൻജിനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ളതിൽ അനുഭവപ്പെടുക NF/N ആയിരിക്കും. ഇവിടെ 3 ആയതുകൊണ്ട്, എന്നിൻ്റെ സ്ഥാനത്ത് 3 ആയതുകൊണ്ടാണ് 3F/3 വന്നത്. N ബോഗീസ് ഉണ്ടെങ്കിൽ എൻജിനോട് ക്ലോസ് ആയിട്ടുള്ള ആ ഒരു ബോഗിയിൽ NF/N ഫോഴ്സാണ് അനുഭവപ്പെടുക. ഏറ്റവും അവസാനത്തിൽ F/N ഫോഴ്സാണ് അനുഭവപ്പെടുക. ആ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ വേളിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന സിസ്റ്റമാണ് അടുത്തത്. അതിൻ്റെ ബി പാർട്ട് ചോദിച്ചിട്ടുള്ളത്, അതും നമ്മൾ പഠിച്ചതാണ്. അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ വേളി ചെയ്യുന്ന അല്ലേ, ഒരു സ്ട്രിങ്ങിൽ R ലെങ്ത്തുള്ളൊരു സ്ട്രിങ്, അതിൽ M മാസിൻ്റെ ഒരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ട് വേളി ചെയ്യാണ്. അത് ആ ഒരു സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, ഡയറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അത് നോക്കുക, ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് -W സൈൻ കോസ് തീറ്റയാണ്. അപ്പോൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ A തീറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ -W കോസ് തീറ്റ ഈക്വൽ ടു MA തീറ്റ. A തീറ്റ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആക്സലറേഷൻ R തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2R ഡോട്ട് തീറ്റ ഡോട്ടൊക്കെ കൊടുക്കുക. എന്തായാലും അത് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ കിട്ടും. T is equal to mv²/r -W sin തീറ്റ. ഇതും ഡയറക്റ്റ് ആണ്, നിങ്ങൾ നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു mv²/r 1 - gr/v² sin തീറ്റ. ഇനി അതിൻ്റെ റേഡിയൽ ഫോഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഫോഴ്സ് ഡയഗ്രാം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ T -W sin തീറ്റ ആയിരിക്കും, അല്ലെങ്കിൽ -T+W sin തീറ്റ. അത് മാസ് ഇൻറ്റു റേഡിയൽ ആക്സലറേഷൻ AR ആണ്. റേഡിയൽ ആക്സലറേഷൻ R ഡബിൾ ഡോട്ട് -R തീറ്റ ഡോട്ട് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് -T+W sin തീറ്റ ഈക്വൽ ടു mR ഡബിൾ ഡോട്ട് -R തീറ്റ ഡോട്ട് സ്ക്വയർ. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, വീഡിയോ യൂട്യൂബിലുണ്ട്, അത് നിങ്ങൾ കാണുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുന്നത് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളൊരു ഭാഗം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുക. ഞാൻ വന്ന രണ്ടാമത്തെ എസ്സേ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വിത്ത് എക്സാമ്പിൾസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ടൈം ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ്, ടൈം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അത് കൺസർവേറ്റീവ് ആണ്. സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. ഇഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് പാത്ത് ഡിപ്പെൻഡൻറ്റ്, സച്ച് ഫോഴ്സ് ഈസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് നോട്ട് പാത്ത് ഡിപ്പെൻഡൻറ്റ് ഓർ പാത്ത് ഇൻഡിപെൻഡൻറ്റ്, സച്ച് ഫോഴ്സ് ഈസ് നോൺ ആസ് കൺസർവേറ്റീവ് ഫോഴ്സ്. എക്സാമ്പിൾ ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, കൂളം ഫോഴ്സ് എക്സെട്ര. എക്സാമ്പിൾ ഫോർ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ് എക്സെട്ര. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഫോഴ്സ് ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം. പൊട്ടൻഷ്യൽ എനർജിയും കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറയണത്. അതും എളുപ്പമാണ്. F is equal to -du/dx എന്നുള്ളതിൻ്റെ ഡെറിവേഷനാണ് വേണ്ടത്. അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. F is equal to -du/dx സിംഗിൾ ഡയമെൻഷൻ ആണെങ്കിൽ, 3 ഡയമെൻഷനിലാണെങ്കിൽ F is equal to -Δu എന്ന് വരും. എന്തായാലും ഫോഴ്സ് is equal to നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. നമുക്കറിയാമല്ലോ, UB - UA എന്ന് പറയുന്നത് -XA to XBF of x dx ആണ്. XAയിൽ നിന്ന് XB അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്ന ആകെ വർക്ക് അല്ലേ, ആ ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട്
ചെയ്യുന്ന ആകെ വർക്കാണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അതിൻ്റെ സ്റ്റോർഡ് ആവുന്നത്. അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഞാനത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എന്തായാലും നമുക്ക് ഒടുവിൽ f(x) - du/dx എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് 2019 നവംബറിൽ നടന്ന പരീക്ഷയ്ക്ക് മെക്കാനിക്സ് 1 പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം എന്ന് കാണാം. പക്ഷേ ഈ വർഷം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കരുത്. മേ ബി ട്വിസ്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരാം. കാരണം സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോബ്ലംസ് കൂടി നിങ്ങൾ പഠിച്ചു പോകണം. ആ പ്രോബ്ലംസിൻ്റെ 2 ക്ലാസ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. 3 ചാപ്റ്ററിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ കുറേ സോൾഡ് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ.